നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻഡ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരിക എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ എപ്പോഴും പറയും പോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകണം. കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. കൂടാതെ തന്നെ നമ്മൾ വിശ്വാസത്തോടു കൂടിയും ഈ ഒരു ഗൈഡൻസ് ഇത് ഡിവൈൻ നൽകുന്ന ഒരു ഗൈഡൻസ് ആണെന്നും മുന്നോട്ടേക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഓരോ ഇൻഫർമേഷൻസ് ആണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു കാര്യത്തെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും നമ്മളുടെ എല്ലാ റീഡിങ്സിൻ്റെ ലാസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. വരാഹി മന്ത്രം രാത്രിയിൽ ചൊല്ലുക. 21 പ്രാവശ്യമോ 108 തവണയോ 308 തവണയോ നമ്മൾ ചൊല്ലണം. അത് നിങ്ങളുടെ മനസ്സിൽ എന്താഗ്രഹമാണോ അതിനെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച് ചൊല്ലുക. പോസിറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മണി അഫർമേഷൻസ് നിങ്ങൾക്ക് എപ്പോഴും ചൊല്ലാവുന്നതാണ്. മണി ബ്ലോക്കേജ് മാറാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുമാകുന്ന ഒരു അഫർമേഷൻസ് ആണ് ഞാൻ ഇട്ട് തരുന്നത്. നിങ്ങളത് ചൊല്ലിക്കഴിഞ്ഞാൽ 100% ജീവിതത്തിൽ മാറ്റം വരും. ഒരു ദിവസമോ 2 ദിവസമോ ഒരു മാസമോ ഒന്നും ആയിരിക്കില്ല. നിങ്ങളുടെ കർമ്മ എൻഡിങ് ആവുന്ന അനുസരിച്ചായിരിക്കും അത് നിങ്ങളിലേക്ക് വന്നു ചേരുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഇന്നിപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. കുറച്ച് എനർജികളിലേക്കൊക്കെ നോക്കുമ്പം ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ്. എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ, നല്ലൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ചിലരെ സംബന്ധിച്ച് 2 ചോയ്സ് വന്ന് നിൽപ്പുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓപ്പർച്യൂണിറ്റീസ് രണ്ടും ഒന്നിനൊന്ന് മെച്ചമാകുന്ന ഓപ്പർച്യൂണിറ്റീസ് എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് അവിടെയും ഒരു പ്രയോറിറ്റി കൊടുക്കാൻ, ഏതിന് പ്രയോറിറ്റി കൊടുക്കണം, ഏതിനെ ഒഴിവാക്കണം എന്നുള്ള ഒരു എനർജിയെ ബേസ് ചെയ്ത് തന്നെയാണ് ആ ഒരു സിറ്റുവേഷൻസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജി എന്ന് പറയുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ശരിക്കും ഒരു മാജിക് പോലെയാണ് കേട്ടോ. ഒരു മജീഷ്യൻ്റെ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ഒരു മെച്യൂരിറ്റി ഇല്ല എന്നുള്ളൊരവസ്ഥ തന്നെയാണ് പറയാൻ പറ്റുന്നത്. മെച്യൂരിറ്റി മീൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താണ് ഇനി വരാൻ പോകുന്ന ഫലം, ഇതിനൊരു തീരുമാനമെടുത്താൽ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ കാരണം നിങ്ങളൊരു പ്രയോറിറ്റി എനർജിയിൽ എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിലാണ് നിൽക്കുന്നത്. ചിലരെ സംബന്ധിച്ച് കരിയർ ബേസിലാണ് ചോയ്സ് വന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ ഒരു വിദേശവാസത്തിനൊക്കെ ഉള്ള എനർജി, അതായത് ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ഒരു യാത്ര പോകേണ്ടി വരുന്ന സാഹചര്യം വരുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഉണ്ട് നിങ്ങളിപ്പം നിൽക്കുന്ന സ്റ്റിൽ നിങ്ങൾ എവിടെയാണോ കരിയർ പാതയിൽ നിൽക്കുന്നത് അതും പോസിറ്റീവ് തന്നെയാണ്. അതുകൂടാതെ നിങ്ങൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഒരെണ്ണം നിങ്ങളിലേക്ക് വന്ന് ചേർന്ന് നിൽക്കുകയാണ്. ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക്, ഒരു ദൂരയാത്ര, ഒരു ട്രാവലിംഗ് എനർജി ബേസ് ചെയ്തും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം കരിയർ പരമായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. ചിലരുടെ എനർജികളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയെക്കുറിച്ചുള്ള കൺഫ്യൂഷൻ, തീരുമാനമെടുക്കാൻ പറ്റാത്ത ചില പ്രതിസന്ധികൾ, ചില തടസ്സങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഭയം തോന്നുന്ന ചില സിറ്റുവേഷൻസുകൾ ഉണ്ടാകാൻ പോകുന്ന എന്ന ഒരു സിറ്റുവേഷൻസ്, ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള സാഹചര്യം, ഇതെല്ലാം നിങ്ങളെ സംബന്ധിച്ചൊരു കൺഫ്യൂസ്ഡ് എനർജിയിൽ
എത്തുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് എന്ത് കാര്യത്തിന് ആക്ഷൻ എടുക്കാൻ ഇറങ്ങിയാലും ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. കാരണം ഒരു കോൺഫ്ലിക്റ്റ്, ഒരു തർക്കം നിങ്ങൾക്കിടയിൽ ഇന്നത്തെ ദിവസം വരാൻ സാധ്യത കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ, സംസാരത്തിനെ സംബന്ധിച്ചുള്ള ചില പ്രോബ്ലംസുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് എനർജികളിലേക്ക് ക്വീൻ ഓഫ് സോൾസിൻ്റെ എനർജി വന്ന് നിൽക്കുന്നുണ്ട്. ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ്, ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി എന്നൊക്കെ പറയാൻ പറ്റാം. നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസിനെ നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു നീതി പുലർത്തേണ്ടി വരുന്ന ദിവസമാണ് കേട്ടോ ഇന്ന്. ആവശ്യമില്ലാത്ത ബർഡനുകൾ നിങ്ങൾ ഇറക്കി വെക്കണമെന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. ഒന്നിലധികം വ്യക്തികൾ നിങ്ങളുടെ സിറ്റുവേഷൻസിൽ ഉണ്ടായിട്ടും നിങ്ങൾ തന്നെ ബർഡൻ ചുമക്കുന്നു, നിങ്ങൾ തന്നെ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി, ആവശ്യമില്ലാത്ത റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചുമക്കുന്നു. നിങ്ങളുടെ കരിയർ പാതയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു. ആ സിറ്റുവേഷൻസിൽ നിങ്ങളൊരു ജഡ്ജ്മെൻറ്റിങ് നടത്തപ്പെടണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ജഡ്ജ്മെൻറ്റ് നടത്തണമെന്ന് തന്നെയാണ് കാണുന്നത്. മാത്രവുമല്ല, ചില എനർജികളിലേക്ക് നോക്കുമ്പം നിങ്ങൾ സ്ട്രോങ് ആയാൽ മാത്രമാണ് നിങ്ങളുടെ ബർഡൻ ഇറക്കി വെക്കാനും നിങ്ങൾക്ക് പുതിയൊരു സെലിബ്രേഷനോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റമോ വരുത്താൻ സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും പ്രവർത്തിക്കില്ല എന്നൊരു എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിനകത്ത് നിങ്ങളൊരു ഗുഡ് ന്യൂസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ഒരു കോളോ മെസ്സേജോ അതല്ലെങ്കിൽ കരിയർ പാതയെ ബേസ് ചെയ്ത് ഒരു മാറ്റമോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം, നിങ്ങളുടേതാകുന്ന കാര്യങ്ങൾക്കൊരു പൂർണ്ണത വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ വിജയം മറ്റുള്ളവരോട് കൂടി ആഘോഷിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ വീഴ്ച നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കേണ്ടി വരുന്നു. നിങ്ങളുടെ വിജയം മറ്റുള്ളവരോട് ചേർന്ന് ആഘോഷിക്കപ്പെടുക സാധ്യത കാണുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ തീരുമാനമെടുക്കേണ്ട ടൈമായി, നിങ്ങളുടെ വെല്ലുവിളികളെ നിങ്ങൾ സ്വയം നേരിടേണ്ട സമയമായി, മാറ്റത്തിൻ്റെ സമയമാണ്. നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാകുക. ഒരു ജഡ്ജ്മെൻറ്റ്, അതായത് മുഖം നോക്കാതെ ജഡ്ജ്മെൻറ്റ് നടത്തുക എന്ന് തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന സിറ്റുവേഷൻസ്. ചിലപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. അത് നല്ലൊരു ആക്ഷനായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതുപോലെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇന്നൊരു പുതിയ തുടക്കം വരുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ സാമ്പത്തികമാവാം, കരിയർപരമാകുന്ന ഓപ്പർച്യൂണിറ്റീസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ, നിങ്ങൾ ഇനി ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റീനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റമാണ്, പുതിയൊരു തുടക്കമാണ്. മുന്നും പിന്നും നോക്കണ്ട എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലാണോ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങളുടെ എന്ത് കഴിവാണോ പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് എനർജിയിൽ അതിൻ്റെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തു തുടങ്ങി വെച്ചാലും, പുതിയ ഒരു കാര്യം എന്തിനിറങ്ങി തിരിച്ചാലും അത് വിജയിക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ തുടക്കമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ, ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിന്നത് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ടൈമാണ്. അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനാണെങ്കിലോ ബിസിനസ്സിനാണെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാനാണെങ്കിലോ ഹെൽത്ത് പരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് എക്സസൈസോ യോഗയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഹെൽത്ത് ഡെവലപ്മെൻറ്റ്, നമ്മുടെ ആ ഒരു ശാരീരികമാകുന്ന ഫിസിക്കൽ കണ്ടീഷനൊക്കെ ഒരു ചേഞ്ചിങ് വരുത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഇന്ന് തുടങ്ങി വയ്ക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കുമെന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. തുടർന്നത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും, അതിനൊരു തടസ്സം വരില്ല എന്നുള്ളതാണ് കേട്ടോ.
അതുപോലെ ഒരു കോൺഫ്ലിക്റ്റ് എനർജി വന്ന് നിൽപ്പുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫാമിലി എനർജിയെ ബേസ് ചെയ്തോ നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളെ ബേസ് ചെയ്തോ തടസ്സങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള ഒരു ഗൈഡൻസിൻ്റെ ടൈമാണ് ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ. ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് ആർക്കെങ്കിലും ഒരു ഗൈഡൻസോ ഒരു സപ്പോർട്ടോ നൽകേണ്ടി വരാൻ സാധ്യത കാണുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻറ്റിങ് എനർജിയിൽ നിന്നൊരു സപ്പോർട്ടോ മറ്റും വരാൻ സാധ്യതയുണ്ട്. ഒരു സാമ്പത്തികപരമാകുന്ന ഒരു ഹെൽപ്പ് എനർജി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കായിട്ട് നിന്നിരുന്ന ചില കാര്യങ്ങൾ ഈഗോയുടെ പുറത്തായിരിക്കാം. നിങ്ങൾ മനസ്സ് തുറന്ന് ചോദിക്കാതെ മാനസികപരമായിട്ട് വിഷമിച്ചിരുന്ന ഒരു കാര്യം, ഒരു ടെൻഷൻ ഇറക്കി വെക്കാൻ പറ്റും കേട്ടോ. സാമ്പത്തികപരമായിട്ട് ഒന്നെങ്കിൽ ഒരു സഹായം നിങ്ങളിലേക്ക് നിങ്ങളുടെ പേരൻസിൽ നിന്നോ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലൊരു ബന്ധം പുലർത്തുന്ന വ്യക്തിയിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇന്നൊരു റിയൂണിയൻ എനർജി കണക്റ്റഡ് ആണ് കേട്ടോ. അതായത് ഒരു എന്താ പറയുക, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പോയ ഒരു എനർജി തിരിച്ച് നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റിവിറ്റിയോട് കൂടി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി തിരിച്ചു വരുന്നു. അതൊരു സെലിബ്രേഷനാണ് കേട്ടോ, പോസിറ്റീവ് എനർജിയാണ്. ചിലരെ സംബന്ധിച്ച് ലോങ് ഡിസ്റ്റൻസിൽ നിന്ന വ്യക്തികളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് കേട്ടോ. എബ്രോഡൊക്കെ ഉണ്ടായിരുന്ന ചില വ്യക്തികൾ ചിലപ്പോൾ നാട്ടിൽ വരികയോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുകയോ എന്തോ രീതിയിലൊരു എബ്രോഡ് എനർജിയെ ബേസ് ചെയ്തൊരു ലോങ് ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു റിയൂണിയൻ എനർജി കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതോ ആയ ഒരു കാര്യം, നിങ്ങൾ ഫോക്കസ് ചെയ്തൊരു കാര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. തടസ്സങ്ങളുണ്ട് കേട്ടോ. നല്ല ശക്തമാകുന്ന കോൺഫ്ലിക്റ്റുകളുള്ള ദിവസമാണ് കുറേ എനർജികളിൽ നോക്കുമ്പോൾ. അതായത് ഒന്നിലധികം വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന ആളുകളുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. നിങ്ങൾ മാനേജിങ് ചെയ്യുന്നത്, നിങ്ങളുടെ മാനേജിങ് പവറിനോട് അസൂയ തോന്നുന്ന കുറച്ച് ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് കേട്ടോ. കാരണം നിങ്ങളൊരു വലിയ പോസിറ്റീവ് എനർജി ഉള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു ക്യാരക്ടർ ബേസിലൂടെ പോകുന്ന ആളുകളുടെ എനർജി കാണുന്നുണ്ട്. ഒരു ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജിയിലൊക്കെ ജനിച്ചവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കേട്ടോ. ഈ മറ്റുള്ള സിറ്റുവേഷൻസിനെ, എത്ര മോശമായ സിറ്റുവേഷൻസിനെയും നിങ്ങൾ മാനേജിങ് ചെയ്തെടുക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ വശത്താക്കാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത്, ഒരു ധൈര്യമുള്ളൊരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടേത്. അതായത് ഭയത്തെ അതിജീവിക്കുന്ന ഒരു ക്യാരക്ടർ എനർജി ഉള്ള വ്യക്തികളാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് എപ്പോഴും സക്സസ് നേടിയെടുക്കാൻ പറ്റും. ആ ഒരു ഫോക്കസ് എനർജിയിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യും. എന്ത് കാര്യത്തിനെയും, എത്ര ഡിഫിക്കൽറ്റി ഉള്ള കാര്യത്തെയും ഫോക്കസ് ചെയ്യാൻ മടിയില്ലാത്ത വ്യക്തികളാണ്. നിങ്ങൾക്ക് സക്സസ്സുമാണ്, നിങ്ങൾ വിജയിക്കും. എത്ര ആളുകൾ നിങ്ങളോട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയാലും തർക്കമുണ്ടാക്കിയാലും തടസ്സങ്ങൾ വന്നാലും ഡിവൈൻ സപ്പോർട്ട് പോലും ഇല്ലെങ്കിലും നിങ്ങൾ ചില ടൈമുകളിൽ വിജയിക്കും. ലക്കി എനർജിയുള്ള വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ എനിക്കിതിൽ കാണാൻ പറ്റുന്നത് ഇന്ന് ചില വ്യക്തികളെ സംബന്ധിച്ച് ഒരു തടസ്സം, കോൺഫ്ലിക്റ്റ്, ബ്ലോക്കേജുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ശക്തമായിട്ട് ഒന്നിലധികം വ്യക്തികൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാനേജിങ് ചെയ്ത് കടന്നു പോകാൻ പറ്റും. നിങ്ങളുടെ മുന്നിൽ വരുന്ന പ്രോബ്ലംസിനെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മറികടക്കാനുള്ള പവറുണ്ട്. മാത്രവുമല്ല ഒരു സക്സസ് എനർജി, ഒരു വിക്ടറി എനർജിയുടെ ഒരു ദിവസമായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ കരിയർ പാതയിലൊക്കെ പുതിയൊരു തുടക്കം നടത്തേണ്ട വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നല്ലതാണ് കേട്ടോ. ഇന്ന് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബ്ലെസ്സിങ്സ് ആണ്, ഡിവൈൻ ടൈമിംഗ് ആണ്, ഗ്രോത്ത് ആണ് വരുന്നത്. ഇന്ന് നിങ്ങളുടെ ഡെസ്റ്റിനി, നിങ്ങളുടെ ടൈമിംഗ് ആണ്, നിങ്ങളുടെ വിധി പോസിറ്റീവ് വിധിയുടെ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു ഫാമിലി എനർജീനെ വെച്ച് ഒരു ട്രാവലിംഗ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതും ഒരു പോസിറ്റിവിറ്റി ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു എലോൺ എനർജിയിൽ നിന്നും ഒരു സപ്പോർട്ടിങ് എനർജിയിലേക്ക്, മിങ്കിളിങ് എനർജി, എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ജഡ്ജ്മെൻറ്റ്, ഒരു ന്യായം ലഭിക്കുന്ന ദിവസമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചൊരു എന്താ പറയുക, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി. ആരും എന്ത് സഹായം ചോദിച്ചാലും നിങ്ങളുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് ആരെങ്കിലേക്ക് ഒന്ന് സഹായിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ അത് കറക്റ്റാണോ, അതായത് യഥാർത്ഥ
അർഹമാകുന്ന വ്യക്തിയിലേക്ക് തന്നെയാണോ എൻ്റെ ഹെൽപ്പ് ചെല്ലുന്നത്, എൻ്റെ സഹായം ചെല്ലുന്നതെന്ന് തീർച്ചയായിട്ടും 1-2 പ്രാവശ്യം പുനർവിചിന്തനം നടത്തിയതിന് ശേഷം മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാവുള്ളൂ കേട്ടോ. കാരണം ഒരു ജഡ്ജ്മെൻറ്റിങ് ചെയ്യുമ്പം ഒരാൾക്ക് വേണ്ടിയിട്ടൊരു സഹായമായിക്കോട്ടെ, അതൊരു വാക്കുകൊണ്ടായിക്കോട്ടെ, പ്രവൃത്തി കൊണ്ടായിക്കോട്ടെ, നമ്മൾ ചെയ്യുമ്പം അത് അർഹതയുള്ളവൻ്റെ കയ്യിലേക്കാണോ ചെല്ലുന്നതെന്ന് ഉറപ്പ് വരുത്തുക എന്നാണ് കാണുന്നത്. അതുപോലെ കുറച്ച് എനർജിയൊക്കെ കാണുന്നത് ടോക്സിക് എനർജിയിൽ, അതായത് ഒരു ഹോൾഡ് എനർജി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ചില ആഗ്രഹങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കത് പ്രാവർത്തികമാക്കാനോ പുറത്തേക്ക് ഷെയർ ചെയ്യാനോ പറ്റാത്ത ചില സ്വപ്നങ്ങൾ, നിങ്ങളുടെ ചില ആഗ്രഹങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ടോക്സിക്കാണ് കേട്ടോ ആ ഒരു ഹോൾഡിങ് എനർജി. പെയിനാണ് നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യുന്നതിനനുസരിച്ച് ഫീൽ ചെയ്യുന്നത്. ഡിവൈൻ പറയുന്നത് ഒരു ബൗണ്ടറി ഇട്ടിരിക്കാതെ നിങ്ങൾ പുറത്തേക്ക് വരിക എന്നാണ്. നിങ്ങൾ ആക്ഷൻ എടുക്കുക. നിങ്ങളുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസുകളുണ്ട്. നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ച് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ആഗ്രഹം, സ്വപ്നം, അത് നിങ്ങൾ പുറത്തേക്ക് ഇറക്കുക. നിങ്ങൾക്ക് മാറ്റം വരുമെന്നാണ് കാണുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കേട്ടോ. ഹാർട്ട് ബ്രോക്കൺ, അതായത് നിങ്ങൾക്ക് പെയിൻ നൽകിയ ഒരു കാര്യത്തെ നിങ്ങൾ ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയുടെ എനർജിയാണ്, ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ശക്തമാകുന്ന പെയിനാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ആ ഒരു സിറ്റുവേഷൻസിനെ ഫോക്കസ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ട് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ആ ഒരു ത്യാഗത്തിൻ്റെ ഫലമായിട്ട് ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളോട് പറയുന്നത് ഈ പെയിൻഫുള്ള് തന്ന, അതായത് നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ഇമോഷണൽ ബാലൻസിലേക്ക്, ഒരു മെച്യൂരിറ്റിയിലേക്ക് വരിക. അതായത് നിങ്ങൾ ആ സിറ്റുവേഷൻസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ, പക്ഷേ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം. എപ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് അടിമപ്പെടാതെ നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു ബൗണ്ടറി ഇട്ട് നിൽക്കണം എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് കേട്ടോ. അതുപോലെ ഏഞ്ചൽസ് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന സക്സസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പുതിയ ക്രിയേറ്റിവിറ്റി, പുതിയ എന്ത് കാര്യം ഇന്ന് നിങ്ങൾ തുടങ്ങിയാലും, പുതിയ ഇന്ന് പഠിക്കാനായിക്കോട്ടെ, വാങ്ങിക്കുന്ന ഒരു വസ്തു ആയിക്കോട്ടെ, നിങ്ങൾ ഹെൽത്ത് പരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്ത് കാര്യമായിക്കോട്ടെ, കലാപരമാകുന്നൊരു കാര്യമായിക്കോട്ടെ, നിങ്ങൾ ഇന്ന് തുടങ്ങി വെക്കുന്ന പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എന്ത് കാര്യവും വലിയ സക്സസ്സിലാണ് എത്തിച്ചേരുന്നതെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് കേട്ടോ പറയുന്നത്. ഇതിലും നല്ല ഒന്ന് നിങ്ങളിലേക്ക് വരാനുണ്ട്. അതായത് നിങ്ങളിൽ നിന്നും വിട്ടുപോയ, നിങ്ങളെ തകർത്തുകൊണ്ട് കടന്നുപോയ ഏതെങ്കിലും ബന്ധത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദുഃഖം അല്ലെ ദുരിതം മാത്രം നൽകിയ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ഫോക്കസ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ, അതിനേക്കാൾ മെച്ചമായത്, അതിലും പോസിറ്റീവായതും നിങ്ങൾക്ക് അർഹമാകുന്നതുമായ മറ്റൊരു സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു പെയിൻ തന്ന സിറ്റുവേഷൻസിൽ തന്നെ വീണ് കിടക്കാതെ നിങ്ങൾക്ക് പുനർവിചിന്തനം ചെയ്യാവുന്നതാണ് കേട്ടോ. ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ നമ്മളോട്. ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഇമോഷണൽ പരമായ എന്തോ ഒരു സിറ്റുവേഷൻസ്, എൻഡ് ആയി പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, അത് തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നും ലെറ്റ് ഗോ ചെയ്യണമെന്നാണ് ഡിവൈൻ പറയുന്നത്. യു ആർ റെഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇമോഷണൽ പരമായ, അതായത് നിങ്ങൾ ഇമോഷണലി ഒരു എന്താ പറയുക, ബാലൻസിലേക്ക് വരണമെന്ന്, നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് വരണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിച്ചു തുടങ്ങുക. അതിന് നിങ്ങൾ റെഡിയാണോ എന്നാണ് ഏഞ്ചൽസ് ചോദിക്കുന്നത്. കാരണം ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ഏഞ്ചൽസ് റെഡിയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങൾ അതിന് റെഡിയാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.